അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാംലല്ല വിഗ്രഹത്തിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ശശി തരൂർ MP. എക്സിലൂടെയായിരുന്നു തരൂർ ചിത്രം പങ്കുവച്ചത്. സിയാവർ രാമചന്ദ്ര കി ജയ് എന്നായിരുന്നു തരൂർ കുറിച്ചത്. കോൺഗ്രസ് നേരത്തെ തന്നെ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. അതുകൊണ്ട് തരൂർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും ചടങ്ങിന് എത്തിയിരുന്നില്ല. BJP ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നായിരുന്നു കോൺഗ്രസിന്റെയും പ്രതിപക്ഷ സഖ്യത്തിന്റെയും പരാതി. നേരത്തെ ഇക്കാര്യത്തിൽ വിശദീകരണവും തരൂർ നൽകിയിരുന്നു. രാഷ്ട്രീയ പരിപാടിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് കോൺഗ്രസ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് തരൂർ പറഞ്ഞത്. നമുക്കെല്ലാം ഓരോ മതവിശ്വാസങ്ങളുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിശ്വാസം. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെടുത്ത നിലപാട് വ്യക്തമാണ്. പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പരിപാടിയായി മാറിക്കഴിഞ്ഞു. ഞങ്ങൾ ഇതൊരു നല്ല കാര്യമായി കാണുന്നില്ല. ക്ഷേത്രത്തിൽ ഞാൻ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്, അതിൽ രാഷ്ട്രീയം കളിക്കാനല്ലെന്നും തരൂർ പറഞ്ഞിരുന്നു. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ സമയത്ത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു തരൂരിന്റെ ഈ മറുപടി. അതിനിടയിലാണ് തരൂർ രാംലല്ലയുടെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇത് കോൺഗ്രസിനിടയിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതേസമയം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും രാമക്ഷേത്രത്തിന് ആശംസകൾ നേർന്നിരുന്നു. കോൺഗ്രസിന്റെ 5 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയെന്നും വിജയകരമാണെന്നുമാണ് ശിവകുമാർ പറഞ്ഞത്. അതുപോലെ രാമന്റെ ആദർശത്തിനും ഹനുമാന്റെ വിശ്വാസത്തിനും ഒരേ അർത്ഥമാണുള്ളതെന്നും അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് തന്റെ എല്ലാവിധ ആശംസകളുണ്ടെന്നും DK ശിവകുമാർ ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു. നേരത്തെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിക്കില്ലെന്ന സർക്കാരിന്റെ തീരുമാനത്തെ DK ശിവകുമാർ ന്യായീകരിച്ചിരുന്നു. സിദ്ധരാമയ്യയുടെ പേരിൽ രാമനുണ്ട്, എന്റെ പേരിൽ ശിവനുണ്ട്. ആരും ഞങ്ങളെ ഒന്നും പഠിപ്പിക്കുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യേണ്ടതില്ല. സ്വന്തം കടമ നിർവഹിക്കാൻ അറിയാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഏതായാലും നേതാക്കന്മാരുടെ ഇത്തരം പരാമർശങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ന്. അതേസമയം BJP RSS നേതാക്കളുടെയും സെലിബ്രിറ്റികളുടെയും എല്ലാം സാന്നിധ്യത്തിലാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നത്. പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. ദർഭപുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. അമിതാഭ് ബച്ചൻ, സൈന നെഹ്വാൾ, രജനീകാന്ത്, ചിരഞ്ജീവി, രാംചരൺ, അനിൽ കുംബ്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ, സോനു നിഗം, രൺബീർ കപൂർ, ആലിയ ഭട്ട്, മുകേഷ് അംബാനി, നിധ അംബാനി തുടങ്ങിയ നിരവധി VVIPകളാണ് ക്ഷേത്രത്തിലെ ചടങ്ങിനെത്തിയത്. ക്ഷണിക്കപ്പെട്ട 8000-ഓളം വിശിഷ്ടാതിഥികളെ സാക്ഷിയാക്കിയായിരുന്നു ചടങ്ങ് നടന്നത്. ഉത്തരേന്ത്യൻ നഗര ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2025ഓടെ മാത്രമേ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുകയുള്ളൂ. രാമക്ഷേത്രത്തിന് 392 തൂണുകളും 44 വാതിലുകളുമാണുള്ളത്. ഇവിടങ്ങളിലെല്ലാം ദേവീദേവന്മാരുടെ കൊത്തുപണികളുണ്ട്. 5 വയസ്സുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. രാമക്ഷേത്രത്തിന് 380 അടി നീളവും 250 അടി വീതിയും 161 അടി ഉയരവുമുണ്ട്. കിഴക്ക് ഭാഗത്താണ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം സ്ഥിതി ചെയ്യുന്നത്. 32 പടികൾ കയറിയാൽ ക്ഷേത്രത്തിലെത്താം. അയോധ്യയിലെ രാംലല്ലയുടെ പ്രതിഷ്ഠ ഒരു പുതിയ യുഗത്തിന്റെ ആവിർഭാവത്തെ അടയാളപ്പെടുത്തുന്നുവെന്നും രാമക്ഷേത്ര നിർമ്മാണത്തിനപ്പുറം ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാൻ ജനങ്ങൾക്ക് ആഹ്വാനം നൽകുന്നുവെന്നുമായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്.